ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഇല്യൂഷൻ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഇല്യൂഷൻ ആർട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഇല്യൂഷൻ ആർട്ടാണ്. അപ്പോൾ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്ന പേപ്പറിൽ ഈ താഴോട്ട് കുറേ ലൈൻസ് വരയ്ക്കണം. അതായത് നേരെ കുറേ ലൈൻസ് വെർട്ടിക്കലായിട്ട് കുറേ ലൈൻസ് വരയ്ക്കണം. അതിനുശേഷം അതിന് കുറുകെ ഇറഗുലറായിട്ട് കുറേ ലൈൻസ് വെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് വിടണം. ഇതുപോലെ ഞാൻ വരയ്ക്കുന്ന പോലെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കുറേ നേരെയുള്ള ലൈൻസ് വരയ്ക്കണം. പിന്നെ അതിന് കുറുകെ ഇറഗുലറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറേ ലൈൻസ് അങ്ങ് വരയ്ക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇടവിട്ട് ഓരോ കോളത്തിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യണം. ഇവിടെ ബ്ലാക്ക് കളർ വെച്ചാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ഇത് വരയ്ക്കാനായിട്ട് ജെൽ പേനയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കളർ ഫില്ല് ചെയ്യാനായിട്ട് ബ്രഷ് പെന്നാണ്, ബ്ലാക്ക് ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജെൽ പേന കൊണ്ട് തന്നെ നിങ്ങൾക്കത് ഫുള്ള് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം കുറച്ചും കൂടി ടൈം എടുക്കുമെന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഇടവിട്ട് എല്ലാ കോളങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഷെയ്ഡ് ചെയ്ത് തീർക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇപ്പം തന്നെ ഒരു ഇല്യൂഷൻ എഫക്റ്റ് ഉണ്ട്. പിന്നെ നമുക്കൊരു 3D എഫക്റ്റൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ഷെയ്ഡിങ് കൊടുക്കണം. അത് പെൻസിൽ കൊണ്ടാണ് ഷെയ്ഡിങ് കൊടുക്കുന്നത്. അപ്പം വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, വൈറ്റ് പോർഷനകത്ത് അതിൻ്റെ മേളത്തെ ഭാഗത്തും അതുപോലെ തന്നെ ഒരു സൈഡിലുമായിട്ട് നമ്മൾ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യണം. ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചേക്കുന്ന പോലെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. മേളത്തെ ഭാഗത്തും ഒരു സൈഡിലുമായിട്ട് നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു നല്ലൊരു 3D എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെൻസിൽ ഷെയ്ഡിങ് കൊടുക്കുന്നത്. ഒരു ഇല്യൂഷൻ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു 3D എഫക്റ്റൊക്കെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെൻസിലിൻ്റെ ഷെയ്ഡിങ് ഇവിടെ കൊടുക്കുന്നത്. അങ്ങനെ ഷെയ്ഡ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്ത സാധനം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് നിങ്ങൾ ബഡ്സോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യുന്ന സ്റ്റെമ്മോ ഒക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റെമ്മാണ്. സ്റ്റെമ്മ് വെച്ചിട്ട് നന്നായിട്ട് ആ വൈറ്റ് പോർഷൻസിനകത്ത് പെൻസിലിൻ്റെ ഭാഗത്തെല്ലാം നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഈ ഒരു ബ്ലെൻഡ് ചെയ്ത് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇമേജ് ശരിയായിരിക്കും, നന്നായി കിട്ടിയിട്ടുണ്ടാകും. പിന്നെ ഈ ഒരു ഡ്രോയിങ് എന്ന് പറയുന്നത് വളരെ വളരെ എളുപ്പമാണ്. അതായത് കൊച്ചു പിള്ളേർക്ക് പോലും വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇല്യൂഷൻ ആർട്ടാണ്, അല്ലെങ്കിൽ ഒരു സെൻറ്റാങ്കിൾ ആർട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡ്രോയിങ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വരയ്ക്കാനായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഈ വീഡിയോയിൽ തന്നെ നമുക്ക് മറ്റൊരു ആർട്ടും കൂടെ ചെയ്യാം. ഇതൊരു ഫ്ലോറൽ ആർട്ടാണ്, ഒരു ഫ്ലോറൽ പാറ്റേൺ ഒക്കെ വരുന്നൊരു ആർട്ടാണ്. ഈ ഒരു ആർട്ടിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് വീതിയിൽ താഴോട്ടും, അതായത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ലൈൻസ് വരയ്ക്കുന്നു. അതായത് കുറച്ച് സ്ക്വയേഴ്സ് വരയ്ക്കുന്നു എന്ന് പറയാം. ആ രീതിയിൽ സ്ക്വയേഴ്സ് കുറച്ച് വരയ്ക്കുന്നു. ഇനി അടുത്തതായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വരച്ച സ്ക്വയേഴ്സിനകത്ത്, അതായത് ഓരോ സ്ക്വയറിലും ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു കോർണറിലായിട്ട് നമ്മൾ ഒരു സർക്കിളിൻ്റെ കാൽ ഭാഗം വരച്ച് വെക്കുക. ഇതുപോലെ വരച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഇന്ന കോർണറൊന്നുമില്ല, നിങ്ങളുടെ ഒരു യുക്തി അനുസരിച്ച് അങ്ങ് വരച്ച് പോയാൽ മതി. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ ലെഫ്റ്റ് സൈഡ് മുകളിലാണ് നമ്മൾ ആ ഒരു സർക്കിളിൻ്റെ പകുതി വരയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തും അത് തന്നെ വരയ്ക്കാതിരിക്കുക. മറ്റേതെങ്കിലും ഒരു കോർണർ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ വരച്ച സർക്കിളിൽ നിന്നും ലൈൻസ് വരയ്ക്കുക. ഇതുപോലെ ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇത് പ്രത്യേകിച്ച് സ്കെയിലോ കാര്യങ്ങളൊന്നും വേണ്ട, നമ്മുടെ കൈകൊണ്ട് തന്നെ വരയ്ക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഒരു ഇന്ന സംഖ്യയൊന്നുമില്ല, ഒരു ഏകദേശം ഒരു ഇച്ചിരി ഗ്യാപ്പ് വിട്ടിട്ട് വേണം വരയ്ക്കാൻ എന്നേ ഉള്ളൂ. ആ ഒരു രീതിയിൽ വരച്ചു പോവുക. അങ്ങനെ അത് ആ ഒരു വരച്ച ആ ഒരു ഫുൾ സ്ക്വയേഴ്സിനകത്തും ഈ ഒരു ലൈൻസ് വരച്ച് പോകണം. നമ്മൾ ആ ലൈൻസ് വരച്ചത് അതിനെ ഒരു ഫ്ലവർ പാറ്റേണിലോട്ട് ആക്കാനാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് ഇതളങ്ങ് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വരച്ചാൽ മതി. ഇപ്പം ഞാൻ ആ ലൈൻസ് ഒന്ന് കർവ് ചെയ്ത് അതിൻ്റെ അറ്റം ഒന്ന് വളച്ചത് അതൊരു ഇതളിൻ്റെ രൂപത്തിലൊരു പെറ്റൽസ് പോലെ ആക്കുവാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈൻസ് വരയ്ക്കാതെ നേരെ അങ്ങ് പെറ്റൽസ് വരച്ചാലും മതി. ഞാനിവിടെ ലൈൻസ് വരച്ചിട്ടാണത് പെറ്റൽസാക്കി മാറ്റുന്നത്. പിന്നെ ആ പെറ്റൽസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളുണ്ടല്ലോ, അത് നമ്മൾ നമ്മുടെ ജെൽ പേന ഉപയോഗിച്ച് ബ്ലാക്ക് ജെല്ലി യൂസ് ചെയ്തിട്ട് അതങ്ങ് ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ അത് കറുപ്പ് കൊണ്ട് അങ്ങ് ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മളിത് ഫില്ല് ചെയ്യുമ്പം ആ പെറ്റൽസും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്ത് വരയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരച്ച് പോകാം. ഞാനിവിടെ ആദ്യം വരച്ചിട്ടില്ലായിരുന്നു അങ്ങനെ. പിന്നെ ആ ഒരു പെറ്റൽസും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്തൊന്നും കൂടെ ഒരു ബൗണ്ടറി കൊടുത്ത പോലെ ഒന്ന് വരച്ചെടുത്ത് അതിൻ്റെ അകത്തോട്ടും കൂടെ കയറ്റി ഒന്ന് ഡാർക്കൻ ചെയ്തെടുത്തിട്ടുണ്ട്.
നമുക്ക് ആ സർക്കിൾസിനകത്ത് നമുക്ക് യെല്ലോ കളർ ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തത്, ഡോംസിൻ്റെ ബ്രഷ് പെൻ. അതിനകത്ത് യെല്ലോ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ആ യെല്ലോ കളർ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഇതിന് നല്ലൊരു ഭംഗി വരും. പിന്നെ നമുക്കിഷ്ടമുള്ള കളേഴ്സ് ആ ഫ്ലവറിന് ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ പേസ്റ്റൽ കളറാണ് ഫ്ലവറിന് ആഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്. അതും ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡോംസിൻ്റെ പേസ്റ്റൽ കളറിൻ്റെ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ഇത് വരയ്ക്കാനായിട്ട് ഏകദേശം 5 കളേഴ്സ് എടുത്തിട്ടുണ്ട്. 5 പേസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കളർ ചെയ്തത്. പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് ഒരേ കളർ വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അപ്പം ഞാനിവിടെ വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുപ്പിച്ചടുപ്പിച്ച് ഒരേ കളേഴ്സ് വരാതിരിക്കാനും ഞാനിവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലോറൽ പാറ്റേണിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെ വരും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.